ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൺഡേയും സാറ്റർഡേ ഹോളിഡേ ആയതുകൊണ്ട് ഞാനും എൻ്റെ കസിനും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മൾ സാറ്റർഡേ മോർണിംഗ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. നേരെ പോയത് ലുലു മാളിൽ. അപ്പോൾ എൻ്റെ കസിൻ ലക്ഷ്മിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവളുമായിട്ടായിരുന്നു സാറ്റർഡേ ഫുള്ളായിട്ടുള്ള ട്രിപ്പ്. അപ്പോൾ ജസ്റ്റ് ഒരു ഡേ ഔട്ട്. അങ്ങനെ നമ്മൾ നേരെ ലുലു മോളിൽ ഒരു 11:30 തൊട്ട് 4:30 വരെ ലുലു മോളിൽ തന്നെയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചു. പിന്നെ ഇതേ കണ്ടില്ലേ, ഇതേപോലത്തെ ബാംഗിൾസ് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ കുറേ ഇയറിങ്സ് ഉണ്ടായിരുന്നു മോഡൽസിൻ്റെ. പിന്നെ നമ്മൾ നേരെ ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തുടങ്ങി. അങ്ങനെ നമ്മൾ നേരെ ഓർഡറൊക്കെ ചെയ്തു വെയിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ടേബിളിൽ നമ്മുടെ ഫുഡ് എത്തിയായിരുന്നു. ഇന്ന് നമ്മൾ കഴിക്കാമെന്ന്. പിന്നെ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് ഡിമ്മായി. പിന്നെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഇതേപോലെ ഗെയിംസിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഗെയിംസിൻ്റെ സെക്ഷനിൽ ഓരോ കുട്ടികൾ ഇതേപോലെ ഇരുന്ന് കളിക്കുന്ന കാണാൻ നല്ല രസമാണ്. ഞാനും അവൾ കുറച്ച് നേരം ഇത് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. പിന്നെ കുറേ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ സെക്ഷനിലെല്ലാം കയറി കേട്ടോ. ഓരോന്നിലും നമ്മൾ കയറി. പിന്നെ നമുക്ക് കൂടുതൽ നേരം നമ്മൾ ഡ്രസ്സ് എടുക്കുന്നതും പിന്നെ ഇവിടെ ഗെയിംസിൻ്റെ സെക്ഷനിലാണ് കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തത്. അങ്ങനെ കുറേ കിഡ്സിൻ്റെ കളിക്കുന്നത് കാണാനാണ് കേട്ടോ ഏറ്റവും നല്ല രസമുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് നമ്മൾ നടന്നപ്പോഴേക്കും നമ്മൾ രണ്ടുപേരും ക്ഷീണിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ. പിന്നെ നമ്മൾ കുറേ നേരം ഒരു 2 മണിക്കൂറോളം നമ്മൾ അവിടെ ഇരുന്ന് കാര്യം പറച്ചിലായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വീണ്ടും ചുറ്റിക്കണ്ടു നടന്നു വന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസ് കുടിച്ചു. അങ്ങനെ കുറേ നമ്മൾ നടക്കിയിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് കൂടുതൽ ഞാൻ പറഞ്ഞില്ല 11:30 തൊട്ട് 4:30 വരെ അതിൻ്റെ അകത്തായിരുന്നു. പിന്നെ ഇവിടെ മാത്രമല്ല, അടുത്ത് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. ഈ വട്ടം ഡ്രസ്സിൻ്റെ കളക്ഷൻസ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം ഒരു മോഡലിൽ തന്നെയായിരുന്നു. എല്ലാം നമ്മൾ നോക്കിയപ്പോഴും ഡ്രസ്സിൻ്റെ മോഡൽസ് സമ്മർ ടൈമൊക്കെ നല്ല മോഡൽസ് വരെയുണ്ട്. പക്ഷേ അതെനിക്ക് കുറവായിട്ടാണ് തോന്നിയത്. ഈ ഗെയിം കളിക്കാൻ അറിയുന്നവർക്ക് നല്ല രസമായിരുന്നു. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും അറിയാത്തതുകൊണ്ട് നമ്മൾ നോക്കിക്കൊടുക്കുകയായിരുന്നു ആൾ കളിക്കുന്നത്. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരത്തെ സെക്കൻഡ് പ്രൈസ് ശംഖുമുഖത്ത് പോയി. ശംഖുമുഖത്ത് പോയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പീസ്ഫുള്ളായിരുന്നു. അവിടെ നമ്മളൊരു തണലുള്ള ഒരു സ്ഥലത്ത് കയറിയിരുന്നു. നല്ല കാറ്റും. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു 5:30 വരെ കാര്യം പറയായിരുന്നു കൂടുതലും. പിന്നെ കുറച്ച് ദൂരമൊക്കെ നമ്മൾ നടന്നു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ നടക്കാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്കുള്ള ഷോപ്സ്, അതിലൊക്കെ ക്ലിപ്പ്, അങ്ങനെ ഓരോരോ ഐറ്റംസ് ഉണ്ടല്ലോ റോഡ് സൈഡിലായിട്ടുള്ള. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കയറി. ഈ കാണുന്ന ഈ കടകളിലൊക്കെ കയറിയായിരുന്നു. കുറച്ച് നല്ല നല്ല പാവകളായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഡോൾസ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അവിടെ. പിന്നെ നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ അതേ പെറ്റ് അഡോപ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ക്യാറ്റും ഡോഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ ക്യാറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഡോഗ്സ് വന്നു. പക്ഷേ ക്യാറ്റ് അത് കുറച്ചൊരു വലുതായിരുന്നു കേട്ടോ. അത് മാത്രമല്ല അത് നമ്മളെ കടിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ വാങ്ങിയില്ല. പിന്നെ നേരെ നമ്മൾ മൊമോസ് കഴിക്കാൻ വന്നു. ക്രീം മൊമോസ് ആയിരുന്നു കേട്ടോ കഴിച്ച്. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോൾ വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ സ്വാഭാവികം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും അടുത്തൊരു വീഡിയോ അടുത്ത ആഴ്ച കാണാം. നമ്മൾ വീണ്ടും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും കറങ്ങാനാണ് നമ്മുടെ പരിപാടി. അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ ഗൈസ്, ടേക്ക് കെയർ.